തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടിറങ്ങി വരുന്ന പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് മൈക്ക് നീട്ടിക്കൊണ്ട് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ പടം സൂപ്പർ, കിടുക്കി, ഗംഭീരം, പൊളിച്ചടക്കി എന്നിങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നമുക്ക് പലപ്പോഴും കേൾക്കാൻ സാധിക്കുക. എന്നാൽ ആ ഒരു പ്രതികരണം കണ്ടിട്ട് ആ പടം കൊള്ളാമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാനാകുമില്ല. എന്നാൽ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സിനിമയുടെ നിലവാരം അല്ലെങ്കിൽ ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിറങ്ങി വരുന്ന പ്രേക്ഷകൻ്റെ പ്രതികരണത്തിനനുസരിച്ച് നമ്മൾ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് കാണുന്നത് പലപ്പോഴും നടൻ്റെ ഫാൻസ് ആയിരിക്കാം, ആ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും മറ്റുമായിരിക്കാം. അതേപോലെ തന്നെ സിനിമ ഭ്രാന്തി പിടിച്ച് നടക്കുന്ന ഒരുപാട് സിനിമാ മോഹികളായിരിക്കാം, പിന്നെ കോളേജ് പിള്ളേർ ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രേക്ഷകൻ്റെ പ്രതികരണത്തെ അനുസരിച്ചിട്ട് ഒരു സിനിമയുടെ നിലവാരം നമുക്ക് നിശ്ചയിക്കാനാവില്ല. എന്നാൽ ഇന്നത്തെ കാലത്ത് ചില സിനിമകളിൽ നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രേക്ഷകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്ന് തോന്നിപ്പോകും. അതായത് യൂത്തന്മാരെ മാത്രം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രേക്ഷകരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ ആദ്യ പ്രതികരണമായിട്ട് സൂപ്പർ, കിടുക്കി, പൊളിച്ചടക്കി എന്നൊക്കെ പറയുന്ന ഒരു പ്രതികരണം ലഭിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രതികരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള പ്രേക്ഷകർ അത് കണ്ടോളും എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ചില സിനിമകളിലും നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് ഇറങ്ങാറുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആശങ്കാപരമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ പണ്ടത്തെ കാലത്ത് സിനിമകൾ നിർമ്മിക്കുന്നത് തന്നെ കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അതായത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകൾ, ആ രീതിയിലുള്ള കണ്ടന്റ് എല്ലാ പ്രേക്ഷകരെയും കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് പണ്ടത്തെ കാലത്ത് സിനിമകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ ഒന്നിച്ചു പോയി പണ്ടത്തെ കാലത്ത് സിനിമകൾ കണ്ട് വമ്പൻ ഹിറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫെസ്റ്റിവലിൽ റിലീസാകുന്ന പല സിനിമകളും കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വമ്പൻ ഹിറ്റായി മാറിയിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ മലയാള സിനിമയുടേത്. എന്തുതന്നെയാലും നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഫെസ്റ്റിവലിൽ റിലീസായിട്ടുള്ള സിനിമകളാണ് മലയാള സിനിമയുടെ തന്നെ ചരിത്രം മാറ്റിയിട്ടുള്ള അല്ലെങ്കിൽ മലയാള സിനിമയിൽ എക്കാലത്തെയും മികച്ച വിജയങ്ങളായി മാറിയിട്ടുള്ള സിനിമകൾ. അപ്പോൾ ഈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഈദ് വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 11-ന് 3 സിനിമകളാണ് റിലീസായിട്ടുള്ളത്. ഈ സിനിമകളൊക്കെ ഇന്നത്തെ കാലത്ത് പ്രേക്ഷകരെ എത്രത്തോളം സ്വാധീനിച്ചു? ഈ 3 സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമകളാണോ? ഈ 3 സിനിമയും പൊളിച്ചടക്കിയ സിനിമയാണോ? സൂപ്പർ സിനിമകളാണോ? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അന്വേഷിക്കുന്നത്. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഈദ് വിഷുവിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് വെക്കേഷനിൽ നമുക്ക് കാണാൻ പറ്റിയ 3 സിനിമകളാണ് ഏപ്രിൽ 11-ന് റിലീസായിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു അവലോകനമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന, നമുക്ക് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന, നമുക്ക് ഏറ്റവും അധികം എൻ്റർടൈൻ നൽകുന്ന സിനിമ ഏതാണെന്ന് നോക്കാം. ഫഹദ് ഫാസിൽ നായകനായിട്ടുള്ള ആവേശം എന്ന സിനിമയാണ് ഈ 3 സിനിമ ഏറ്റവും അധികം എൻ്റർടൈൻ നൽകുന്ന സിനിമ എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മളെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, നമ്മളെ തുടക്കം മുതൽ ഒടുക്കം വരെ ആവേശം കൊള്ളിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ കണ്ടന്റിന് കണ്ടറിഞ്ഞിട്ട പേര് തന്നെയാണ് ആവേശം. ഈ ആവേശം എന്ന സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ രോമാഞ്ചം ടീമിൻ്റെ മറ്റൊരു കലാസൃഷ്ടിയാണ്. തീർച്ചയായിട്ടും രോമാഞ്ചം ടീമുമായിട്ട് ഫഹദ് ഫാസിൽ ചേരുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു വൈബാണ് നടക്കുന്നത്. ശരിക്കും പറയാം, സിനിമ ത്രൂ ഔട്ട് പൊളിച്ചടക്കി എന്ന് തന്നെ പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ ആവേശം കാണുമ്പോൾ യഥാർത്ഥത്തിൽ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഫഹദ് ഫാസിൽ തന്നെയാണ്. ഫഹദ് ഫാസിലിൻ്റെ രംഗൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു സുപ്രധാന കഥാപാത്രമായി മാറുകയാണ്. ഷമ്മി എന്ന കഥാപാത്രത്തിന് ശേഷം അതേ ലെവലിൽ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന മറ്റൊരു കഥാപാത്രമാണ് രംഗൻ. തീർച്ചയായിട്ടും സെമി സൈക്കിക്കായിട്ടുള്ള വളരെയധികം ആവേശം കൊള്ളുന്ന, വളരെയധികം എന്താ പറയുക, നമുക്കൊരു പിടിയും കിട്ടാതെ വളരെയധികം നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഫഹദ് ഫാസിൽ എന്ന നടനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് കൊണ്ട് തന്നെ ഈ സിനിമയുടെ പല ഘടകങ്ങളും, ചില പാളിച്ചകൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഗംഭീരമായുള്ള പെർഫോമൻസ് കൊണ്ടാണ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ ചില പാകപ്പിഴകൾ ഉണ്ടായിരുന്നു, ചില ലാഗൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് കാരണം അതെല്ലാം ഓവർകം ചെയ്തു പോയിട്ടുണ്ട്. കൂടാതെ സുഷിൻ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതം തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഇത്രയും ആവേശം കൊള്ളിക്കാൻ അദ്ദേഹത്തിൻ്റെ കിടിലിന്, വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആവേശം എന്ന സിനിമ വിഷുവിന് ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായിട്ട് നമുക്ക് കണക്കാക്കാം. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതുപോലെ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത വിനീത് ശ്രീനിവാസൻ്റെ മാജിക്കൽ ടച്ച് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഒരു മികവ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ അട്രാക്ഷനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ചില സംവിധായകരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ചില നടന്മാരുടെ കഴിവ് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയാറുണ്ട്. തീർച്ചയായും അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് വിനീത് ശ്രീനിവാസൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ കഴിവ് ഏറ്റവും നല്ല രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ
ചേട്ടനായിട്ടുള്ള വിനീത് ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട്. പ്രണവിൻ്റെയും ധ്യാനിൻ്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെയധികം ലൈക്കബിൾ ആയിട്ടുള്ള, വളരെയധികം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന, നമുക്ക് വളരെയധികം നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിംഗ് നൽകുന്ന ഒരു നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു കെമിസ്ട്രി അവർക്കിടയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രേക്ഷകരെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയിട്ട് ഈ സിനിമയ്ക്ക് ഒരുപാട് അത് ഗുണം ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇത് സിനിമ മോഹിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സിനിമാ ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. കുടുംബ പ്രേക്ഷകർക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ്. ഈ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ബേസിൽ ജോസും മഞ്ജു വർഗീസും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ആ കഥാപാത്രമാണ് ഈ സിനിമ പിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ കഥാപാത്രത്തിൻ്റെ കയ്യിലായിരുന്നു ഈ സിനിമ. ഞാൻ പറഞ്ഞു വന്നത് നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ബ്രേക്കിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഗംഭീരമായുള്ള പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ പ്രത്യക്ഷപ്പെട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ വിനീത് ശ്രീനിവാസന് നിവിൻ പോളി എന്ന നടനെ ഏറ്റവും നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിവിൻ പോളി എന്ന നടനെ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ. അത് തീർച്ചയായിട്ടും ഈ സിനിമയിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഈ സിനിമയിൽ നിരവധി കഥാപാത്രങ്ങളും നിരവധി കഥാസന്ദർഭങ്ങളും ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒരു കെട്ടുറപ്പുള്ള തിരക്കഥയാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ചിലയിടങ്ങളിലൊക്കെ ചില പാകപ്പിഴകളും ചിലയിടങ്ങളിൽ ചില ലാഗൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് തന്നെയാലും ഈ സിനിമ എൻ്റർടൈനിങ് ആണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാവുന്ന സിനിമയാണ്. നമ്മൾക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള സിനിമാ മോഹികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം ഞെട്ടിച്ച മറ്റൊരു സിനിമയാണ് ജയ് ഗണേഷ് എന്ന സിനിമ. ഉണ്ണിമുകുന്ദൻ എന്ന നടൻ്റെ ഏറ്റവും വ്യത്യസ്തമായുള്ള ഒരു കഥാപാത്രമാണ് ജയ് ഗണേഷ് എന്ന സിനിമയിലേത്. അതായത് അദ്ദേഹം വികലാംഗനായുള്ള ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. വളരെ യുണീക്കായുള്ള ഒരു കഥാപാത്രമാണ്. തീർച്ചയായും ചില സൂപ്പർ ഹീറോ പവറൊക്കെ ഉള്ള ഒരു ഫിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ നടക്കുന്നത്. തീർച്ചയായും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷം എന്ന് വെച്ചാൽ ഇത് കുടുംബ പ്രേക്ഷകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് കുട്ടികളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് വെക്കേഷനിൽ കുട്ടികളെ കൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ജയ് ഗണേഷ്. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഉണ്ണിമുകുന്ദൻ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സിനിമയിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വോയിസ് ഡെലിവറിയിലും വോയിസ് മോഡുലേഷനിലുമാണ്. തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ജയ് ഗണേഷ് എന്ന സിനിമയെ നമുക്ക് കുടുംബ പ്രേക്ഷകർക്ക് ഒന്നിച്ച് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ വിഷു ഇതിനോടനുബന്ധിച്ച് റിലീസായുള്ള സിനിമകളോടൊപ്പം തന്നെ റംസാൻ റിലീസായ മറ്റൊരു സിനിമ കൂടി വിജയ്ക്കൊടി പാടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആടുജീവിതം എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴും ആടുജീവിതം കാണാൻ നല്ല ഹൗസ്ഫുൾ ഷോകളാണുള്ളത്. കാരണം റംസാനിന് ശേഷം തിയേറ്ററുകൾ കൂടുതൽ സജീവമായിരിക്കുകയാണ്. കൂടുതൽ പേര് സിനിമാ തിയേറ്ററുകൾ വരുന്നതോടുകൂടി, പ്രത്യേകിച്ച് വെക്കേഷൻ ആയതോടുകൂടി ആടുജീവിതവും ഹൗസ്ഫുൾ ഷോകളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിഷു ചിത്രങ്ങൾ ഒരിക്കലും ആടുജീവിതത്തിൻ്റെ റെക്കോർഡിനെ അല്ലെങ്കിൽ ആടുജീവിതത്തിൻ്റെ വിജയത്തെ ബാധിച്ചിട്ടില്ല. അപ്പം ഈ 4 സിനിമകളും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമകളാണ്. ഓരോ സിനിമകൾക്കും അതിൻ്റേതായുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്വയം കണ്ട് ബോധ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഈ സിനിമ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഇസ് ജുബൈർ സൈനിങ് ഓഫ്. ബൈ.